ഹലോ ഗൈസ്. അങ്ങനെ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ഒരു 2 വർഷത്തിന് മുന്നെയാണ് സത്യം പറഞ്ഞ ഒരു വീഡിയോ ഇട്ടത്. PSCക്ക് വേണ്ടി ഒരുപാട് സമയം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം ആ കോൺസ്റ്റബിളിനാണ് നമ്മളെ ലിസ്റ്റിൽ എടുത്തില്ല. അങ്ങനെ കുറേ വിട്ടതാണ്. അപ്പോൾ ഇനിയൊരു തിരിച്ച് വരരുത് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് മനസ്സിനകത്തൊരു വീണ്ടും ഒരു ചെറിയ സ്പാർക്ക് അടിച്ചു തുടങ്ങി. ഒന്ന് പോയാലെന്ത്, അടുത്തതിന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് വീണ്ടും ഈ ഒരു സംഭവത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല. വെറുതെ ജസ്റ്റ് ഞാൻ അന്ന് തുടങ്ങിയതാണ് കോഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാനായിട്ട്. കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും PSCക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇൻസ്റ്റാഗ്രാമിലാണ് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത്. 10,000-30,000 മേളിലെന്തോ ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സൊക്കെ അതിലുണ്ടായിരുന്നു. ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉള്ളടക്കം വേറൊന്നുമല്ല, എനിക്ക് തന്നെ ഞാൻ പഠിക്കുന്നതിന് ട്രാക്ക് ചെയ്യാനും ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണോ, നിങ്ങൾ എന്നെ വീഡിയോ കാണണമെന്ന് ഞാൻ ഒരിക്കലും പറയൂല. കാരണം ഇത് ഞാൻ ആരെയും പഠിപ്പിക്കുന്നൊന്നുമല്ല, എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കുറച്ച് പേരെ, എനിക്കല്ലാതെ ഇപ്പോൾ ആരെയും പരിചയമൊന്നുമില്ല. PSCയിൽ പണ്ട് കുറച്ച് പേരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പഠിക്കാൻ. ഇപ്പം അങ്ങനെ പോയി പഠിക്കാനുള്ള സമയവും, ഇപ്പോൾ ജോലിയുടെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെയായിരുന്നു പഠിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ ഇതെനിക്ക് തോന്നിയൊരു ഐഡിയയാണ്. ഐഡിയ എന്നല്ല, നല്ല ഐഡിയ ആണോ എന്നും അറിയില്ല. എത്രത്തോളം ഇത് മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. എത്ര ദിവസം ഞാൻ ഇങ്ങനെ ആവുമെന്നും അറിയില്ല. വർക്കിൻ്റെതായിട്ടുള്ള കുറേ പ്രഷേഴ്സും ഉണ്ട്. അപ്പം ശരിക്കും ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണ് എനിക്ക്. ഇനി യൂണിഫോം ടെസ്റ്റ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും, മേ ബി. അപ്പോൾ ഞാൻ വിചാരിച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് തുടങ്ങാമെന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യ പടി, അതായത് ആദ്യത്തെ എൻ്റെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയറിലെ പ്രിലിമിനറി കോമൺ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തൊന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കാണുന്നവർ കാണട്ടെ. അല്ല, എനിക്ക് തന്നെ ഫ്രീ ടൈം ഇരുന്ന് കേൾക്കാമല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടെ രാത്രി വന്നിരുന്ന് ഇവിടെ പഠിക്കുക, ഓഫീസിൽ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടണമെങ്കിൽ ഞാൻ പഠിച്ചത് തന്നെ ഞാൻ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ. സമയം കളയുന്നില്ല. നമുക്ക് 2021 11-ാം മാസം 13-ാം തീയതി ഒരു എക്സാം ഉണ്ടായിരുന്നു, പ്രിലിംസിൻ്റെ. അതിൻ്റെ സ്റ്റേജ് 1-ൻ്റെ കോഡ് C നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം, വെറുതെ നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻ്റ് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ മനസ്സിനെ പറയുക. എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വന്നിരുന്ന് നാളെ കാണും എൻ്റെ വീഡിയോ. ഒരു വ്യൂ എങ്കിലും കിട്ടും, ഉറപ്പാണ്. പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നെങ്കിൽ ചുമ്മാ സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോകും. ചിലപ്പം ഞാൻ ഭാവിയിൽ ഈ പഠിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവുമെങ്കിൽ ഞാൻ വ്യത്യസ്തമായ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഞാൻ പണ്ട് അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലായിരുന്നു, പിന്നെ അതങ്ങ് വിട്ടതാണ്. അപ്പം കൂടുതൽ കഥ അടിക്കുന്നതിന് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, IUCNൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം, സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിലാണ് IUCNൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂട് താഴെ പറയുന്നവയിൽ ഏതാണ്? അത് ISO 14001, അതാണ് പരിസ്ഥിതി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ നിയന്ത്രണ ചട്ടക്കൂടിൽ വരുന്ന ഇത് ISO 14001. ബയോ ഇന്ധനം കൊണ്ട് ഓട്ടിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ബയോഗ്യാസ് വെച്ച് ഓട്ടിച്ച ആദ്യത്തെ റോക്കറ്റ്, അത് ഞാൻ ഓപ്ഷൻ പറയാം. CMS-01, സ്റ്റാർ ഡസ്റ്റ് 1.0, EOS-01, കാരസാറ്റ് 3. നമുക്ക് ബയോഗ്യാസ് ഇന്ധനം കൊണ്ട് ഓട്ടിച്ച ആദ്യ റോക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ഡസ്റ്റ് ആണ്. സ്റ്റാർ ബയോഗ്യാസ് സ്റ്റാർ ഡസ്റ്റ് 1.0 ആണ് ബയോഗ്യാസ് ഇന്ധനം കൊണ്ട് ഓട്ടിച്ച ആദ്യത്തെ റോക്കറ്റ്.
അപ്പോൾ ഈ പ്രിലിംസ് നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇങ്ങനെയായിരിക്കും പോണത്, വളരെ റോ ആയിട്ടായിരിക്കും പോണത്, അല്ലാതെ ഇടിച്ച് കയറ്റി പലരും ചെയ്യണ പോലെ എനിക്കതിനുള്ള സമയമില്ല. അതാണ് മെയിൻ സാധനം. ഇങ്ങനെയായിരിക്കും പോണത്. ചിലപ്പോൾ ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കും, അത് ഞാൻ വീഡിയോയിലോട്ട് പകർത്തും. കാരണം ഒരു ഇതിൻ്റെ സൈഡിൽ ഇരിക്കുമ്പോൾ ഒരു ഏച്ച് പോകാൻ തോന്നില്ല. ആ വീഡിയോ ഇങ്ങനെ ഓടുന്നത് കൊണ്ട് ആൾക്കാർ കാണും എന്നുള്ളതുകൊണ്ട് ഓടൂല എന്നുള്ളൊരു മൈൻഡിലാണ്. അതാണ് ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യണതിൻ്റെ ഒരു ഉള്ളടക്കം. അപ്പോൾ ആർക്കെങ്കിലും ബോറടിക്കണമെങ്കിൽ യു ക്യാൻ ഗോ. ഇത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതെൻ്റെ ഒരു ലാസ്റ്റ് ട്രൈ ആണ്. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ പഠിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ആഡ് ചെയ്ത് പോകും. ചിലപ്പോൾ ഞാൻ കോഡ് ആയിട്ട് എന്തെങ്കിലും എൻ്റെ മനസ്സിൽ വന്നെങ്കിൽ അത് പറയും. പറയാതെ ഇരിക്കാം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം പോകുന്നത്, വളരെ ബോറായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറും തീർക്കുമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഭയങ്കര മടിയനാണ്. തീർക്കണവരേക്കും തീർക്കാം. അപ്പോൾ DRDO ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത ഒരേ സമയം ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ ഏതാണ്? ഒന്നിലധികം റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ, അതാണ് പിനാക്കയാണ് ഒന്നിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഉതകുന്ന ലോഞ്ചർ, പിനാക്ക. താഴെ പറയുന്നതിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം? പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം എന്തായിരിക്കും? ഞാനത് ഓപ്ഷൻ വായിക്കാം. നാച്ചുറൽ ഗ്യാസ്, ഫോസിൽ ഫ്യൂൽ, ന്യൂക്ലിയർ എനർജി, സോളാർ എനർജി. അറിയാലോ, സോളാർ എനർജിയാണ്. താഴെ പറയുന്നതിൽ ഏതാണ് പുതുക്കാവുന്ന ഊർജത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ സോളാർ എനർജിയാണ് അത്, കേട്ടോ. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിലനിർത്തുന്ന നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358 ആണ്, 358. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. സോറി, 358. ആർട്ടിക്കിൾ 358. അതാണ് അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ 358. ഓക്കെ. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? താഴെ പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത് ഏതാണ്? ഇതൊക്കെയാണ് താഴെ പറയുന്നത്. ചരക്കുകളുടെ ഉൽപ്പാദനവും വിതരണവും. ഓപ്ഷൻ ബി വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. ഖനികളുടെയും ധാതുക്കളുടെയും വികസനത്തിന്റെ നിയന്ത്രണം. ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസർ ബി ആണ്. വർത്തമാന പത്രങ്ങളും പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകളുമാണ് താഴെ പറയുന്നവയിൽ ഉള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത് വർത്തമാന പത്രങ്ങളും പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകളുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത്? പൗരത്വം ഏറ്റെടുക്കലും അവസാനിപ്പിക്കലും എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് ഏതാണ്? പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം, പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ സമ്മതവും, 1 കോടി ഉത്തരവ്. ഇത് എ ആണ്. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതി ഒരു പൗരത്വം ഏറ്റെടുക്കൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ചുള്ള ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഏതിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഓഫ്
ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. 1909 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലാണോ, 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലാണോ, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിലാണോ, 1947 ഇന്ത്യൻ ഗവൺമെൻറ് ആക്ടിലാണോ, ഏതിലാണോ ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എവിടെയാണത്? അത് 1935 ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ആക്ടിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പാഡ് എന്തിന് വായിക്കാനും പറ്റുന്നതായി വായിച്ചിട്ട്. അപ്പം ഞാൻ ഭയങ്കര ഒന്നും പ്രിപ്പയർ ചെയ്യാതെ വന്ന് അതിൻ്റെ ബണ്ടയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും ഈ 10 മിനിറ്റ് ആയിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കേൾക്കുന്നുണ്ടാവില്ല. ഇത് ഞാൻ തന്നെ ഇരുന്ന് കേൾക്കേണ്ടി വരും. കുഴപ്പമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഓരോന്നായിട്ട് വായിക്കാം. എ. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. അടുത്ത് ബി. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങൾ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. അത് ബി. ഇനി സി. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാൻ. അടുത്ത ഡി. ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഡി ആണ് ശരി. സോറി, ഡി ആണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. ഓക്കെ. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. അത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. അത് ശരിയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനും. അതും ശരിയാണ്. ശരിയല്ലാത്തത് ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റ് ഇരു സഭകളും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. അത് ശരിയല്ല. അപ്പോൾ അതാണ് ശരിയല്ലാത്തത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയതാരും? അതാരായിരിക്കും? ഡോക്ടർ ടി.എം. തോമസ് ഐസക്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ ടി.എം. തോമസ് ഐസക്കാണ്. കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ആരാണ് വിനോദിനിയുടെ കർത്താവ്? വിനോദിനിയുടെ കർത്താവ് ആരാണ്? സി.പി. അച്യുതമേനോൻ. വിനോദിയുടെ കർത്താവ് സി.പി. അച്യുതമേനോൻ. അത് 13ാമത്തെ ക്വസ്റ്റ്യൻ. സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ പോഞ്ഞിക്കര റാഫി, ടി.സി. അച്യുതമേനോൻ, പി.കെ. കൊച്ചിപ്പൻ തരകൻ, ജോർജ് മാത്തൻ. ടി.സി. അച്യുതമേനോൻ തന്നെയാണ് സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതും മറ്റത് സി.പി. അച്യുതമേനോനാണ്. ഇത് ടി.സി. അച്യുതമേനോനാണ്. അപ്പോൾ സംഗീത നൈഷാദം ബന്ധപ്പെട്ടിരിക്കുന്നത് ടി.സി. അച്യുതമേനോനിലാണ്. പിക്ചർ എന്ന വാക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ട് കിടക്കും? പിക്ചർ എന്ന വാക്ക് ബേസ്ബോളാണ്. ബേസ്ബോളിലാണ് പിക്ചർ എന്ന വാക്ക്. ആ കളിയിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പിക്ചർ. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബേസ്ബോൾ എന്ന് പഠിച്ചു വെച്ചേക്കാം. ക്രിക്കറ്റും മറ്റതൊക്കെ നമുക്കറിയാം. ബേസ്ബോളൊക്കെ കളിക്കാത്തതുകൊണ്ട് എന്തിന്. അപ്പോൾ അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണ്? ഗോവിന്ദ ഗണകൻ. കൊടുപ്പുന്ന ഗണകൻ. കൊടുപ്പുന്ന എന്നത് ആരുടെ തൂലികാനാമമാണെന്ന് ചോദിച്ചാൽ ഗോവിന്ദ ഗണകന്റെ തൂലികാനാമമാണ് കൊടുപ്പുന്ന.
അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റ്. അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് വേറാരുമല്ല, ഇന്ത്യൻ പാർലമെന്റാണ് അഖിലേന്ത്യാ സേവനത്തിന്റെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311 311 311 സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ 311 വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസില്ലാതെ നൽകപ്പെടുന്നത്. ഇപ്പോഴാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷകന് ഫീസില്ലാതെ നമുക്ക് ഏത് സാഹചര്യത്തിലാണ്? ഓപ്ഷൻ വായിക്കാം. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണ്. ബാക്കി വായിക്കണം, അത് തന്നെയാണ് ആൻസർ. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ പുള്ളിക്ക് ഫീസില്ല. ഓക്കെ, വേറെ ഒന്നും ചിന്തിക്കണ്ട. BPL ആണെങ്കിൽ ഫീസില്ല. അയ്യോ സോറി, ആ ക്വസ്റ്റ്യൻ വേറെ രീതിയിലാണ് നാം ചിന്തിക്കേണ്ടത്. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷന് ഫീസില്ലാതെ നൽകപ്പെടുന്ന 2 സാഹചര്യമുണ്ട്. അപ്പോൾ അത് മറ്റേ ക്വസ്റ്റ്യനാണ്, 2 ഓപ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യൻ. അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അത് ശരിയാണ്. അടുത്ത് അപേക്ഷകൻ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുന്നിടത്ത് ഫീസില്ല. അത് ശരിയാണ്. 1, 2 ശരിയാണ്. ഇനിയിപ്പോൾ 3, 4 കൂടെ വായിക്കാം. 45 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകാൻ പരാജയപ്പെടുന്നത്. 45 ദിവസമല്ല, 30 ദിവസമാണ്. 30 ദിവസത്തിനകത്ത് പരാജയപ്പെട്ടാൽ ഫീസില്ലാതിരിക്കുള്ളൂ. ഒരു പൊതു അതോറിറ്റി തെറ്റായ വിവരങ്ങൾ അപേക്ഷകന് നൽകുന്നിടത്തും തെറ്റായാലും പൈസ കൊടുക്കണം. പൈസ കൊടുക്കാത്ത 2 സാഹചര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ പുള്ളി BPL ആയിരിക്കണം, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിനും ഫീസില്ല. 45 ദിവസമല്ല, 30 ദിവസം. കൺഫ്യൂഷൻ, 30 ദിവസം. മറ്റേത് തെറ്റായ വിവരം കിട്ടിയാലും നീ പൈസ കൊണ്ട് തന്നെ ചെയ്യണം, അതിൽ റീഫണ്ടൊന്നുമില്ല. അപ്പോൾ ഇത് 2 ഉള്ളൂ. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? കൺസ്യൂമർ അല്ലേ? താഴെ പറഞ്ഞതിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ നിയമം അല്ലാത്തത് ഏതാണ്? വായിക്കാം. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, വിലപേശാനുള്ള അവകാശം, അവകാശം, കേൾക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. ഏതാണ് അവകാശം അല്ലാത്തത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചാണ്. വിലപേശാനുള്ള അവകാശമാണ് ഇല്ലാത്തത്. അതെന്തരായി വിലപേശിക്കൂടി? അവിടെ പോയി നമുക്ക് തിരഞ്ഞെടുക്കാം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ചെയ്യാം, കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശമുണ്ട്. പക്ഷെ അവിടെ പോയി വില ചോദിക്കാൻ പാടില്ല. എന്തിനാണ് ഒട്ടകം അത് വാങ്ങിച്ചോണ്ട് വരണം. അതാണ് ആ നിയമത്തിൻ്റെ കളി. ഓക്കെ, അടുത്ത് 20. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓപ്ഷൻ വായിക്കാം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എനിക്ക് ചില വാക്കുകളൊക്കെ ഇങ്ങനെ കൊഞ്ഞായിട്ടൊക്കെ പോയി, അതുള്ളതാണ്. ചില സമയത്ത് എനിക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഉള്ളതുപോലെ പറഞ്ഞല്ലോ. അപ്പം അതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. ഭരണഘടനാ ബോഡിയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമോ നിയമപരമായ സ്ഥാപനമോ അല്ല. അധിക ഭരണഘടനാ ബോഡിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? അപ്പോൾ ഇതിൽ ബാക്കി 3 അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും, ഒരെണ്ണം മാത്രം ഉപയോഗിക്കില്ല. അതാണ് സംഭവം.
ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം ആദ്യം. അപ്പോൾ താഴെ പറയുന്നതിൽ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാത്ത വാക്ക്? എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്, നേരത്തെ ചോദിച്ചൂടെ മനുഷ്യനെ കൊല്ലാനായിട്ട്. ഉപയോഗിക്കാത്ത വാക്ക് ഓപ്ഷൻ പറയാം: കാരോരി, ജാഗീർ, പരാതി, പാരതി, ഇനാം. ഈ 4 വാക്കാണ് ഉള്ളത്. അതിൽ ഈ ജാഗീറും പാരതിയും ഇനാം എന്നുള്ളതും ഉപയോഗിക്കും, കരോരി ഉപയോഗിക്കില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. കരോരി ഉപയോഗിക്കില്ല. കരോരി എന്ന് പറയുന്ന മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്നുള്ള വാക്കിൻ്റെ പകരം ഉപയോഗിക്കുന്നൊരു വാക്കല്ല. പക്ഷേ ജാഗീർ ഉപയോഗിക്കും, പാരതി ഉപയോഗിക്കും, ഇനാം ഉപയോഗിക്കും. അപ്പം ജാഗീർ, പാരതി, ഇനാം സ്ഥലത്തിന് പകരം ഉപയോഗിക്കുന്നു. കരോരി ഉപയോഗിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ നാളെ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ നിൽക്കുന്നുണ്ട്. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? വായിക്കാം. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷുഗർ ആക്ട്. ഗ്രീൻ റിബൺ ക്ലബ് ഇംഗ്ലീഷ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 3 പീപ്പിൾസ്, അടുത്ത 3ാമത്തെ ഓപ്ഷൻ, 3 പീപ്പിൾസ് പ്രിൻസിപ്പൽസ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്തിരുത്? 10 ഡേയ്സ് ദാറ്റ് ഷുക്ക് ദ വേൾഡ്. ഷുക്ക് ദ വേൾഡ് ഇത് വേറെ ഒന്നും. ഈ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് 10 days that shook the world. shrink the world എന്നായിരിക്കും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ഉണ്ട് 3 ഉണ്ട്. പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അതായത് ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധം, അത് ശരിയാണ്. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധമുള്ള സംഭവമാണ്. 3 3 പീപ്പിൾസ് പ്രിൻസിപ്പൽസ് ചൈനീസ് വിപ്ലവവുമായി. അപ്പം 3 പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഷുഗർ ആക്ട് അമേരിക്കൻ വിപ്ലവവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഇത് 2 ശരിയാണ്. ഇത് 2 മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. അതൊന്നും പഠിക്കണം. മറ്റേ ഷുക്ക് എന്തിനാണ്. അപ്പോൾ അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് UNO സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത്? UNO എവിടെ കേട്ടിട്ടുണ്ട്? യുനോ കാർഡ്, അതല്ല. ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് UNO എന്ന ആശയം നിലവിൽ വന്നത്. UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ നിർവചിച്ചിരിക്കുന്നു. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഇതിൽ എഴുതി വായിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഒരു ഗ്യാപ്പ് അടിച്ചല്ലേ എന്തിൻ്റെ ബുക്കടെ ഇത്. ഓക്കെ, അടുത്ത് UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അത് ശരിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. സോറി, അത് തെറ്റാണ്. ഇതാണ് എനിക്ക് കിട്ടാത്ത PSC. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. അത് മാത്രമേ തെറ്റായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ. 1 മാത്രമേ തെറ്റായിട്ടുള്ളൂ. WTO UNOയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല. ശരിയായിട്ടുള്ളതാണ് ദേശീയ പരമാധികാരവും വൻശക്തി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് UNO. 2 UNOയുടെ ലക്ഷ്യം ആർട്ടിക്കിൾ 1 എന്ന UN ചാർട്ടറിൽ UN നിർവചിച്ചിരിക്കുന്നു. ഇത് ശരിയാണ്. UNO രൂപീകരിച്ചത് അന്തർദേശീയ സമാധാനവും സുരക്ഷയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. അതും ശരിയാണ്. WTO എവിടെയുള്ളത് എനിക്കറിയാം, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഞാൻ വെറുതെ ഇത് ഈ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒന്ന് സെറ്റായതിനു ശേഷം ഡീപ്പായിട്ട് പോകാം. എൻ്റെ കൂടെ വരാൻ പറ്റുന്നവർ വന്നാൽ മതി. ഇനി ഞാൻ മാത്രം പോകും.
താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ടെന്നീസ് കോർട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ ടെന്നീസ് കോർട്ടിൻ്റെ ഒക്കെ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട്. അതിപ്പോൾ ഉണ്ടോ അറിഞ്ഞൂടാ, ഞാൻ അത് കുത്തിയും ചെയ്തിട്ടുണ്ട്. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണെന്ന് തോന്നുന്നു. 24 ശരിയാണ്. ടെയ്ലി റിറ്റോ ഗബെല്ലോ ടെയ്ലി റിറ്റോ ഗബെല്ലോ ടെയ്ലി റിറ്റോ ഗബെല്ലോ എന്നീ പദങ്ങൾ ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നികുതിയെ സൂചിപ്പിക്കാൻ ശരിയാണ്, ഉപയോഗിക്കും. ടെയ്ലി റിറ്റോ ഗബെല്ലോ നികുതി, ടെയ്ലി നികുതി, റിറ്റോ നികുതി, ഗബെല്ലോ നികുതി. ഇതെല്ലാം ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിൽ നികുതിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കും. ദി ഫ്രണ്ട് ഓഫ് ഓവർ കൺട്രി എന്നത് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി അതവരുടെ ജേണലായിരുന്നു. പ്രൈഡ്സ് പർച്ച് ഫ്രഞ്ച് വിപ്ലവം. പ്രൈസ് പർച്ച് എന്തൊരു പ്രൈഡ്സ്, അതില്ല. പ്രൈസ് പർച്ച് അത് ശരിയല്ല, അതാണ് അതിൽ തെറ്റ്. ബാക്കി 3 ശരിയാണ്, വായിച്ച 3 ശരിയാണ്. ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് സത്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ടെയ്ലി റിറ്റോ ഗബെല്ലോ എന്നത് നികുതിയുടെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന അവിടുത്തെ വാക്കുകളാണ്. മൂന്നാമത്തത് ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്തെ വിമതരുടെ ജേണലായിരുന്നു. ഇത് 3 ശരി, മറ്റേ തെറ്റാണ്, അത് പഠിക്കണ്ട. അതൊരു പ്രൈഡ്സ് പർച്ച് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആയിക്കോട്ടെ, അത് തെറ്റാണ് കേട്ടോ, അത് പഠിക്കണ്ട. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബിൽ സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ വായിക്കുക. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബില്ല് സംബന്ധിക്കുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ പറയണ്ടല്ലോ. ഇതെനിക്ക് തോന്നുന്നു, ഞാൻ ഓരോന്ന് വായിക്കാം. ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ ബിൽ ആയിരിക്കും. ഈ ബില്ല് ആദ്യമായി നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് മരുഭൂമി കൂടുതലുള്ളത്. അവിടെ ചൂടാണ്, അപ്പോൾ വിശപ്പ് കൂടും. ശരിയായിരിക്കും. AAY അന്ത്യോദയ അന്ന യോജന ഈ ബില്ലിൻ്റെ വിപുലീകരണമാണ്. അന്നം യോജിക്കുന്നതാണല്ലോ ഭക്ഷ്യസുരക്ഷാ ബിൽ. അപ്പോൾ AAY ആയിരിക്കാം. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് ഒന്നിച്ച് നടത്തുന്നു. അങ്ങനെ ഒരുമിച്ചാലല്ലേ നമുക്ക് വിഷം മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ശരിയാണ്, എല്ലാം ശരിയാണ്. ഈ ബില്ലിൻ്റെ ലക്ഷ്യം രാജ്യത്തെ പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ്. ശരിയാണ്. ഈ ബില്ല് ആദ്യമേ നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. ശരിയാണ്. AAY അന്ന യോജന ഈ ബില്ലിൻ്റെ വിപുലീകരണമാണ്. ശരിയാണ്. പൊതുവിതരണ സംവിധാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒന്നിച്ച് നടക്കുന്നു. അതും ശരിയാണ്. അടുത്ത് പറയാം മാത്സാണ്. മാത്സ് ഞാൻ എങ്ങനെ പഠിക്കും? അത് ഞാൻ പേപ്പറും ചെയ്ത് പഠിക്കും. ഇപ്പം ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മാത്സൊക്കെ എത്ര മാർക്ക്? ഞാൻ പറയാം, എനിക്ക് ഒരു ബുക്ക് വായിച്ച് അത് പഠിക്കണം, അത്ര തന്നെ. അതിൽ ഞാൻ വേറെ ഒരുപാട് റിസർച്ചൊന്നും ചെയ്തില്ല. കിട്ടി പോയാൽ പോയി, അതാണ് എൻ്റെ മൈൻഡ്, ഒറ്റ മൈൻഡ്. ചുമ്മാ സമയം കളയണം. എന്തായാലും കുറച്ച് 2-3 വർഷം കൂടെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ഈ ചാനലും ചുമ്മാ കിടന്നപ്പോൾ ഒരു വിഷമം, അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ സെറ്റ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത് നമുക്ക് കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാം. CPU. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ CPUവിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്. ഇതിനിടേത് കമ്പ്യൂട്ടറിലെ CPUവിലെ താൽക്കാലിക ടെമ്പററി ആയിട്ടുള്ള ദ്രുതവേഗ സംഭരണ സ്ഥലം. കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ കേട്ടോ. റാം, രജിസ്റ്റർ, ഹാർഡ് ഡിസ്ക്, റോം. അത് രജിസ്റ്ററാണ്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. രജിസ്റ്ററിലാണ് ടെമ്പററി ആയിട്ട് പെട്ടെന്നൊരു സംഭരണ സ്ഥലം. രജിസ്റ്റർ അവിടെ രജിസ്റ്ററേഷന് ശേഷമാണ് ഇവർ മാറ്റുന്നതായിരിക്കും. ആയിക്കോട്ടെ,
അപ്പോൾ രജിസ്റ്റർ അത് പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. രജിസ്റ്റർ അവിടെ രജിസ്റ്റർ ആയിട്ടാണ് ബാക്കി സ്ഥലത്ത് പോകുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? നമ്മൾ എഴുതുന്ന പേപ്പർ തന്നെയാണ് ഇൻപുട്ട് ഡിവൈസ്. ഒ എം ആർ മോഹൻലാൽ അല്ല, മറ്റേ പേപ്പർ ഒ എം ആർ ആണ് ഇൻപുട്ട്. മറ്റത് ബാക്കിയുള്ളത് പ്ലോട്ടർ, പ്രിൻ്റർ, സ്പീക്കർ, അതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിലാണ്. ഒ എം ആർ ആണ് ഇൻപുട്ട്. ഇവിടെ തന്നിരിക്കുന്നത് ഒ എം ആർ ആണ് ഇൻപുട്ട്. ഈ ഒ.എം.ആർ നമ്മൾ വല്ല ഇൻപുട്ട് ആക്കിയാൽ നമുക്ക് ജോലി കിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ കൂടെ പഠിക്കാം. വേണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് പഠിക്കാം, നിങ്ങളിഷ്ടം. നിങ്ങൾ ചുമ്മാ പോകണമെങ്കിൽ വെറുതെ പറ്റി കണ്ടിട്ട് പോകും. എനിക്ക് ചിലപ്പം വല്ല മോണിറ്റൈസേഷൻ അടിച്ച് പൈസ കിട്ടിയ ജോലി രാജിവെച്ച് പഠിക്കാമല്ലോ. എന്തിനാവട്ടെ, നിങ്ങൾ വേണമെങ്കിൽ ഇതിനൊക്കെ ഒരു വീഡിയോ എടുത്ത് ചെയ്യരുത്. അപ്പോൾ എപ്പോഴെങ്കിലും കയറി ക്ലിക്കായി എന്ത് ചെയ്യും, ഞാനും ക്ലിക്കാവട്ടെ. അപ്പോൾ അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചതിൽ വല്ല ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഞാൻ ചോദിക്കട്ടെ. മറ്റേ സ്ഥലത്തിൻ്റെ പേര് പറയും. സ്ഥലം. താഴെ പറയുന്നവർ ഏതാണ് മുഗൾ ഭരണകാലത്ത് സ്ഥലം എന്ന വാക്കിന് ഉപയോഗിക്കാത്ത വാക്കല്ലേ? ഉപയോഗിച്ച 3 വാക്കുകൾ പറയൂ. കമൻ്റ് ഇട്ടാൽ മതി വെറുതെ. നിങ്ങൾ എപ്പോഴെങ്കിലും കാണണമെങ്കിൽ ആ കമൻ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇട്ടേരെ. ചുമ്മാ നിങ്ങൾക്ക് അത് ഞാൻ പഠിപ്പിച്ചത് എന്തെങ്കിലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടു എന്നറിയുമ്പോൾ ഈ കമൻ്റ് എപ്പോഴെങ്കിലും കാണുമ്പോൾ എനിക്ക് സന്തോഷമാവില്ലേ? കമൻ്റ് ഇടൂ. ജാഗിർ, പാരതി, ഇനാം എന്നാണ് സ്ഥലത്തിൻ്റെ പകരം അവർ ഉപയോഗിച്ചത്. ജാഗിർ, പാരതി, ഇനാം. എനിക്ക് അറിഞ്ഞൂടാ, ഒന്നുകൂടെ പഠിക്കണം. ഓക്കെ, അടുത്ത് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി ഏതാണ്? 4 ഓപ്ഷനുണ്ട്. മോഡം, റൂട്ടർ, NIC, ബ്രിഡ്ജ്. NIC ആണ് ആൻസർ. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജിയാണ് NIC. ഫോം എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻ്റ് ഇടും. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം, അതിനൊരു പേരുണ്ട്. വെയിറ്റിംഗ് സമയം, സീക്ക് സമയം, ലെറ്റൻസി സമയം, ടേൺ അറൗണ്ട് ടൈം. ഐ തിങ്ക് ടേൺ അറൗണ്ട് ടൈം ആയിരിക്കും. അതെ, ടേൺ അറൗണ്ട് ടൈമാണ് ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന ടൈം. CPU, ടേൺ അറൗണ്ട് ടൈം. താഴെ പറയുന്നതിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ഡ്രോപ്പ് ലിസ്റ്റ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്താണ് ഇത് ടാഗ് വച്ചിരിക്കുന്നത് കേട്ടോ. HTML ടാഗ് ആണ് ഡ്രോപ്പ് ലിസ്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ടാഗാണ്. സെലക്ട് ടാഗ് ഇങ്ങനെ ഇട്ടിട്ട് ടാഗ്, അതാണ് HTML ടാഗ്. എന്ത് ഡ്രോപ്പ് ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതാണ് സെലക്ട് ടാഗ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ വായിക്കാം. തിരുവിതാംകൂർ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സ്വാതി തിരുനാൾ രാമവർമ്മ സുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയോ നോക്കാം. തിരുവിതാംകൂറിൽ സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയോ? സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കി. താഴെ പറയുന്ന ഉത്തരങ്ങൾ ശരിയായത് തിരഞ്ഞെടുക്കുക. അവസാനത്തെ മാത്രം ശരിയല്ല. സേതുലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയില്ല. അത് മാത്രം ശരിയല്ല. ആ സമയത്ത് തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അത് ശരിയാണ്.
സ്വാതി തിരുനാൾ രാമവർമ്മ ശ്രീധര കൈമുക്ക് നടപ്പിലാക്കി. അത് ശരിയാണ്. തിരുവിതാംകൂറിൽ സേതു ലക്ഷ്മിബായി സേതു ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഭരണകാലത്ത് ദേവദാസി സമ്പ്രദായം നടപ്പിലാക്കി. അതും ശരിയാണോ? അടുത്തൊരു കോൺസ്റ്റബിളിൻ്റെ ചോദ്യമാണ്. ഇതൊക്കെ എങ്ങനെ പഠിക്കും? മറ്റേ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കില്ല, ഇങ്ങനെ വരച്ച് കളിക്കും. ആ സെറ്റപ്പാണ്. അതായത് KP വള്ളോർ, അത് എങ്ങനെ പറയും? ഇത് ശരിയായ ചേരുംപടി. ആ ഇത് 37B. KP വള്ളോർ, പുലിയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ, ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി. ഇത്രയാണ് ശരി. പിന്നെ TK മാധവൻ, ധന്വന്തിരി, അത് തെറ്റ്. മനസ്സിലായോ? ചേരുംപടി. ആ ക്വസ്റ്റ്യനിലെ 37ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത്, ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെൻറ്റിനെ പറ്റി താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരവാദിത്തമുള്ള കേരള ഗവൺമെൻറ്റിനെ പറ്റി താഴെ പറയുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത്? ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായിരുന്നു പട്ടം എ താണുപിള്ള. പട്ടം എ താണുപിള്ള. ഇത് ക്യാൻസലായ ക്വസ്റ്റ്യൻ ആണോ? ഇതിൻ്റെ ആൻസർ ഇല്ലല്ല. അപ്പോൾ ഇത് ക്യാൻസൽ. അടുത്തിനി നമുക്ക് 39ാമത്തെ ക്വസ്റ്റ്യൻ പോവാം. താഴെ പറയുന്നതിൽ ഏതാണ് ഒരേ വിഭാഗത്തിൽപ്പെട്ടത്? ഒരേ വിഭാഗത്തിൽപ്പെട്ടത് ഏതാണ്? ഗുൽഗുലാൻ മൂവ്മെൻറ്റ്, സാഫാഹാർ മൂവ്മെൻറ്റ്, ഖാജ നാഗ റിബിലിയോൺ, ഗാദാർ മൂവ്മെൻറ്റ്. ഇതൊക്കെ ഏത് മൂവ്മെൻറ്റ്? ഇതിൽ സോറി, ഒരേ ഇതിൽ പെടാത്ത ഒരാളാണ് നമ്മൾ കാട്ടിലാണ് കേട്ടോ. ഈ 4 ഒരെണ്ണം ഇതിൽ കൂടെ ഉള്ളതല്ല. ഐ തിങ്ക് ഗാദാർ മൂവ്മെൻറ്റ് മാത്രം ഇതിൻ്റെ കൂടെ അല്ല, ഒരേ വിഭാഗത്തിൽപ്പെട്ടതല്ല. ബാക്കി 3 ഒരേ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഗുൽഗുലാൻ മൂവ്മെൻറ്റ്, സാഫാഗാർ മൂവ്മെൻറ്റ്, ഖാജ നാഗ റിബിലിയോൺ, ഇത്രയാണ് ഒരേ വിഭാഗത്തിൽപ്പെട്ടത്. മറ്റത് അതിൻ്റെ കൂടെയുള്ളതല്ല. ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ചിപ്കോ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് മാത്രമാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത്. ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ, ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടോ? ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഗൗരദേവി. ഇതിൽ ശരിയല്ലാത്തത് ഒന്നാമത്തെയാണ്. ചിപ്കോ മൂവ്മെൻറ്റ് ഒരു കാർഷിക മൂവ്മെൻ്റ് അല്ല. മറ്റു രണ്ടും ശരിയാണ്. ചിപ്കോ മൂവ്മെൻറ്റ് സർവോദയ മൂവ്മെൻറ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. സർവോദയ മൂവ്മെൻറ്റിൽ നിന്നാണ് ചിപ്കോ മൂവ്മെൻറ്റ് പ്രചോദനം ഉൾക്കൊണ്ടത്. ചിപ്കോ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ് ഗൗരദേവി. അതും ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. രണ്ടാമത്തെ പ്രസ്താവന, ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്ര പ്രതലത്തിലൂടെ ചരിക്കുന്നു. ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശരിയായത് എ ആണ് ശരി, ബി തെറ്റ്. എ ശരി, ബി തെറ്റ്. സോറി, ഒരു മിനിറ്റ്, തെറ്റിപ്പോയി. താഴെ പറയുന്നതിൽ പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അതിൽ 2 പ്രസ്താവനകൾ ശരിയാണ്. പ്രസ്താവന ബി പ്രസ്താവന എ വിശദീകരിക്കുന്നു. രണ്ടും ശരിയാണ് കേട്ടോ. അതായത് ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തിയുള്ളതും ആക്രമണാസക്തവുമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ പശ്ചിമവാദങ്ങൾ ഉരയാത്ത സമുദ്രപഥത്തിലൂടെ ചരിക്കുന്നു. ഓക്കെ, 42ാമത്തെ ക്വസ്റ്റ്യൻ.
ഞാൻ 50ാമത്തെ ക്വസ്റ്റ്യൻ നിർത്തും കേട്ടോ വീഡിയോ. ഭ്രാന്തെടുക്കും. നമുക്ക് നാളെ നോക്കാം ബാക്കി. പാറ്റ്ലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ്? പാറ്റ്ലാൻഡ്സ് എന്തിൻ്റെ സ്വഭാവ സവിശേഷതയാണ് പാറ്റ്ലാൻഡ്സ്? ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യയിലെ ഒരു സ്വഭാവ സവിശേഷതയാണ് പാറ്റ്ലാൻഡ്സ് കേട്ടോ. ഛോട്ടാ നാഗ്പൂർ പ്രവിശ്യ. ഇസോഹാലെൻഡ്സ് എന്നാൽ ഒരേ പോലുള്ള ഡാഷിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ്. ഇസോഹാലെൻഡ്സ് ലവണാംശം ഒരേ പോലുള്ള ലവണാംശത്തിനെ ബന്ധിപ്പിക്കുന്ന വരകളാണ് ഇസാഹോലൈൻസ്. ഇസോഹാലൈൻസ്. പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പശ്ചിമഘട്ടം ശരിയായത് ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് മലനിരയാണ്. ഇളം മടങ്ങ് മലനിരയാണ്. അത് തെറ്റാണ്. പശ്ചിമഘട്ടം 3ാമത്തെ കാലയളവിലാണ് രൂപീകൃതമായത്. തെറ്റാണ്. പശ്ചിമഘട്ടം ഒരു എക്സ്കാർപ്മെന്റ് ആണ്. അതാണ് ശരി. പശ്ചിമഘട്ടം പാറകളുടെ അവശിഷ്ടം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അത് തെറ്റാണ്. പശ്ചിമഘട്ടം ഒരു എക്സ്കാർപ്മെന്റ് ആണ്. ഞാൻ പറയുന്ന എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം തിരുത്തണം കേട്ടോ. എങ്കിലേ എനിക്ക് ഓരോ വീഡിയോ ഫലപ്രദമാക്കാൻ പറ്റത്തുള്ളൂ. താഴെ പറയുന്നവയിൽ ഏതാണ് GIS സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്? GIS സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ് എന്താണ്? GIS QGISൻ്റെ തുറന്ന ഒരു സ്രോതസ്സാണ് GIS. QGIS വരുത്തുന്നുണ്ട്, പക്ഷേ ഓപ്ഷനിലും ഒരു സീനുണ്ട് കേട്ടോ. QGIS ഉണ്ട്, ഓപ്ഷനിൽ ArcGIS ഉണ്ട്. അപ്പോൾ GIS പിടിക്കാൻ പറ്റില്ല, രണ്ടെണ്ണം ഉണ്ട് അത്. അപ്പോൾ QGIS ആണ് GISൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ തുറന്ന സ്രോതസ്. ഓക്കെ. ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടുന്നത് ബുധനാഴ്ചയും. എനിക്ക് ക്വസ്റ്റ്യൻ വേണ്ട, വീടിൻ്റെ ഇടയിൽ വന്ന. ഇനി മാത്സ് ആണ് ഗൈസ്. നോട്ട് ഇൻട്രസ്റ്റഡ് മാത്സ്. ഇൻട്രസ്റ്റ് എന്നല്ല, നമ്മൾ മാത്സ് ഇങ്ങനെ പഠിച്ചിട്ട് കാര്യം എന്തിൽ ഒരു പേപ്പർ പേന എടുത്ത് വെച്ചിട്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെ മാത്സ് പഠിക്കാവും. ഓക്കെ, തീർന്നില്ലേ? അടുത്ത് അപ്പം 56ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. എന്നിട്ട് നാളെ എനിക്ക് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ നിന്നിട്ട് ഞാൻ പഠിക്കും. ഇപ്പം നിങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ നോക്കി പഠിച്ചുകൊണ്ടാണ് ഇത്രയും ഞാൻ വായിക്കുകയും ചെയ്തത്. ഇത് ഞാൻ വായിക്കുമ്പോഴും ചെയ്യില്ല. വായിച്ചപ്പം എവിടെയോ എന്തൊക്കെയോ എനിക്ക് സ്പാർക്കായി. നമുക്കിത് തുടരാം. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, പോണെങ്കിൽ പോട്ടെ. ഓക്കെ. 56 GDPയുടെ ഘടകച്ചെലവ്. GDPയുടെ എന്തിന് GDP? GDP at MB ഒറ്റ പരോക്ഷ നികുതി. അതാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ്. GDP at MB മൂല്യത്തകർച്ച. GDP at MB പ്ലസ് അറ്റ ഉൽപ്പന്ന നികുതി. GDP at MB ഒറ്റ വിദേശ വരുമാനം. എന്തിനാ അത്? ഒന്നും മനസ്സിലാവുന്നില്ല. GDP at MB ഒറ്റ പരോക്ഷ നികുതി, അതാണ് ശരി. കാണാപ്പ പിടിക്കുക, പോവാം. ഇതൊക്കെ നമുക്ക് അല്ലാതെ പഠിക്കാം കേട്ടോ. ഇതൊക്കെ എടുത്ത് നമുക്ക് ചാറ്റ് ജിപിയുടെയൊക്കെ ചോദിച്ചിട്ടൊക്കെ പഠിക്കാം. ഇതിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പഴയ കുറേ യാങ് ഫയൽ ഉണ്ട്, അതിലൊക്കെ നോക്കി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ഇതിൽ കാണും. ഇനി അതുകൂടെ വേണമെങ്കിൽ പറയാം. 26 എക്സ്പ്ലനേഷൻ ഇല്ലേ? എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ. ഇനി 3 ക്വസ്റ്റ്യൻ കൂടെ. ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? ഓർന്നിട്ട് വായിക്കാം. സ്ഥലം, ഭൂമി, അധ്വാനം,
മൂലധനം, സ്ഥലവും മൂലധനവും. ഇതാണ് ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണെന്ന് പറഞ്ഞാൽ സ്ഥലവും മൂലധനവുമാണ്. അതാണ് നിഷ്ക്രിയമായത്. ഉൽപാദന ഘടനകളിൽ നിഷ്ക്രിയമായത് സ്ഥലവും മൂലധനവുമാണ്. ഓക്കെ. താഴെ പറയുന്നവയിൽ ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നത്? ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വാങ്ങുന്നത് ഏതാണ് കുറയ്ക്കുന്നത്? അതല്ല. ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വാങ്ങുന്നത്, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നത്, മറ്റത് വാങ്ങുന്നത്, വിൽക്കുന്നത്. ഇനി അടുത്ത് കേന്ദ്ര ഗവൺമെൻറ് RBIയിൽ നിന്നുള്ള കടം വാങ്ങൽ. അവസാനം ഇവയൊന്നുമല്ല. ബി ആണ് ശരി. താഴെ പറയുന്ന ഏതാണ് സമ്പദ് വ്യവസ്ഥയിൽ സമ്പത്തിൻ്റെ വിതരണം കുറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ RBI വിൽക്കുന്നതാണ്. അതെങ്ങനെ വിൽക്കുമ്പോൾ പൈസയിൽ കിട്ടുള്ളൂ? ഇതാണ് സമ്പത്ത് വിതരണത്തിനെ കുറയ്ക്കുന്നത്. ആഴമേ പഠിക്കുന്നവർക്ക് അത് പിടിയിട്ടുള്ളൂ. ആഴമേ നമുക്ക് പഠിക്കണം. ഞാൻ ഈ വീഡിയോയിൽ വെറും 0ആണ്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. ബിഗ് 0ആണ്. ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിനെല്ലാം അരച്ച് കലക്കി നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ഇപ്പം ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്തിനാ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ എടുത്ത് പഠിക്കുമ്പോൾ എനിക്ക് കുറച്ച് പഠിക്കാൻ പറ്റണമുണ്ട്. ഞാൻ ഇത്രയൊന്നും വായിക്കില്ല. ഒരു 5 എണ്ണം വായിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോകും. പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എൻ്റെ കൂടെ ചിലപ്പം 2-3 പേര് ചിലപ്പം കൂടുമായിരിക്കും, ചിലപ്പോൾ കൂടാതെ ഇരിക്കും. അങ്ങനെ കൂടിയാൽ ചിലപ്പം ഞാൻ ഒന്നും വാഗ്ദാനം ചെയ്യുന്നില്ല. ചിലപ്പോൾ അവസാനം കിട്ടിയില്ലെങ്കിൽ ഞാനേ വീഡിയോ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ വീഡിയോ എപ്പോഴെങ്കിലും ഇടുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് പഠിക്കാം. അങ്ങനെ 0 ആയിട്ടുള്ളവർ എൻ്റെ വീഡിയോ കാണണം. നിങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും. കാരണം ഞാനായിരിക്കും ഏറ്റവും 0. എന്നെക്കാളും പഠിക്കുന്നവർ കാണും. അപ്പോൾ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇത് ഇത്രയല്ലേ പഠിക്കണുള്ളൂ, അപ്പോൾ എനിക്ക് ഇത്രയും കൂടെ ഇതുണ്ടല്ലോ, അപ്പോൾ എനിക്ക് പഠിച്ചാൽ കുറച്ചുകൂടെ കിട്ടും എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് വരണം. അതിനുവേണ്ടി ഞാൻ വീഡിയോ എടുക്കണം. വേണ്ടിച്ചല്ല, എനിക്ക് വേണ്ടി ഞാൻ എടുക്കണത്. ഞാനാണെങ്കിൽ കണ്ടാൽ മതി. ഞാൻ എന്തായാലും ഈ വീഡിയോ ഒന്നുകൂടെ കാണും. കുറച്ചിടപ്പം ചുമ്മാ ഉറങ്ങുമ്പോഴേക്ക് ഇട്ട് കേട്ടോണ്ട് കിടക്കും. ഇപ്പം ഞാൻ തന്നെ കേട്ടാൽ ഞാൻ പഠിക്കില്ലേ? അപ്പം ഞാൻ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് കേൾക്കും. ഞാൻ ഇത്രയും 0, നീ ഇങ്ങനെ ഇരിക്കണമെന്ന് എനിക്ക് മൈൻഡ് വരും. അപ്പം ഞാൻ പഠിക്കും. ഞാൻ ഇതിനെ മാറ്റം നോക്കും. അതാണ് എൻ്റെ അജണ്ട. ഓക്കെ. അപ്പോൾ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. എൻ്റെ കത്ത് ഞാനിവിടെ നിർത്തുകയാണ്. റിപ്പോ റേറ്റിനെ പ്രതി താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഇതെല്ലായ്പ്പോഴും ബാങ്കിൻ്റെ റേറ്റിൽ കുറവാണ്. ശരിയായതാണേ. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്. 3. ഹ്രസ്വകാല സാമ്പത്തിക വശങ്ങളെ കേന്ദ്രീകരിക്കുന്നു. 4. ഇത് ഈടാക്കുമ്പോൾ പാർശ്വസ്ഥലങ്ങൾ ഉണ്ടാവാറില്ല. ഇതിൻ്റെ ആൻസർ ഇതിൽ 3 ശരിയായതാണ്. ആദ്യത്തെ 3 ഇത് എല്ലായ്പ്പോഴും ബാങ്കിങ് റേറ്റിൽ കുറവാണ്, ശരിയാണ്. ഇത് വിപരീത റിപ്പോ റേറ്റിനേക്കാൾ എപ്പോഴും ഉയർന്നതാണ്, ശരിയാണ്. ഇത് ഹ്രസ്വകാല സാമ്പത്തിക വർഷങ്ങളെ കേന്ദ്രീകരിക്കുന്നു, ശരിയാണ്. അത് ശരിയാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ. ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി എന്നാൽ എന്താണ്? 4 ഓപ്ഷനുണ്ട്. മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ, മുഴുവൻ ചെലവ് മൈനസ് ബ്രാക്കറ്റിൽ മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്, വരുമാന ഇടിവ് മൈനസ് പലിശ അടച്ച തുക, മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീതുകൾ പ്ലസ് മൂലധന രസീതുകൾ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ
മുഴുവൻ ചെലവ് മൈനസ് മുഴുവൻ വരുമാന രസീത് പ്ലസ്, അത് ബ്രാക്കറ്റാണ്, മുഴുവൻ വരുമാന രസീത് പ്ലസ് കടമല്ലാത്ത മൂലധന രസീത്. ഇതിന് ഡിഗ്രി ഭയങ്കര പാടാണല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഡിഗ്രിയിലെ ഒരു ഇതിൽ ഇതിൻ്റെ സ്ക്രാച്ച് വീഡിയോ ആണ്. സ്ക്രാച്ച് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഞാൻ ഇപ്പോഴാണ് ഈ ബുക്ക് എടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഡിഗ്രിയിൽ. ഇന്ന് വരെ ഞാൻ പഠിച്ചുള്ളത് +2 ബേസ്, മറ്റേ മലകൾ, നിരകൾ, കടലുകൾ, അതും എനിക്കില്ല, ബേസും ഇല്ല. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് വെറുതെ എന്തായാലും ഞാൻ ചുമ്മാ സമയം കളയണം. അപ്പം ചുമ്മാ വന്നിരുന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഇരുന്ന് ജസ്റ്റ് വെറുതെ വായിക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം കുറേ വർഷം കഴിയുമ്പം ചിലപ്പം എനിക്ക് PSC കിട്ടാതിരിക്കാം. അതൊക്കെ ദൈവത്തിൻ്റെ കാര്യം. ചിലപ്പോൾ എനിക്ക് മൈൻഡ് വന്ന് ചിലപ്പോൾ ഞാൻ പഠിക്കാൻ ഉത്സാഹിച്ച് ഇതെല്ലാം ഞാൻ പഠിക്കുമായിരിക്കും. പഠിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് പിന്നെ കാണുമ്പം എനിക്കൊരു ഇതാവുമല്ലേ. അങ്ങനെ എനിക്ക് കിട്ടിയ പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പം എനിക്കൊരു സന്തോഷമായിരിക്കില്ലേ. അതുകൊണ്ട് ചെയ്യണതാണ്. ഞാൻ ചിലപ്പം ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യും. ഞാനൊരു പ്രിലിംസ് ആണ് ഫോക്കസ് ചെയ്യണത്, വേറെ ഒന്നുമല്ല. അല്ലാതെ ഇന്ന പോസ്റ്റിനൊന്നുമല്ല പഠിക്കുന്നത്. ഒരു മനസ്സിലൊരു സംഭവം ഉണ്ട്, അതിവിടെ പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് എൻ്റെ ഇത്രയും ലെവൽ കുറഞ്ഞു നിന്നിട്ട് ആ പോസ്റ്റിനാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞാൽ എൻ്റെ തുപ്പും. അതെനിക്കിഷ്ടമല്ല. ആദ്യം നോക്കട്ടെ, പ്രിലിംസ് കിട്ടുമോ നോക്കട്ടെ. ചലഞ്ചൊന്നുമല്ല, അടുത്തുള്ള ചലഞ്ചൊന്നുമല്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് പ്രിലിംസ് കിട്ടണം. എന്നിട്ട് ഞാൻ പറയാം ഞാൻ എന്തിനാണ് പഠിക്കുന്നത് പറയാം. ഓക്കെ, എൻ്റെ വൈഫ് വന്നു, ഞാൻ പോകുന്നു. ബൈ.